സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി A50s എന്ന ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു ദ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തത് ഓഫ്ലൈനായിട്ടാണ്. കൊല്ലത്തുള്ള രഞ്ജി മൊബൈൽസ് എന്ന ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. സോ അവർ കുറച്ച് നമുക്ക് ഗിഫ്റ്റ്സ് ആയിട്ട് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ തന്നിട്ടുണ്ട്. കൊല്ലത്ത് കല്ലുപാലത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അത് മാത്രമല്ല രണ്ടാം കുറ്റിയിലും അവർക്കൊരു ഷോപ്പുണ്ട്. സാംസങ്, നോക്കിയ, ഷവോമി, വിവോ, ഓപ്പോ, റിയൽമി, വൺ പ്ലസ് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡ് ഫോൺസും അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു കസ്റ്റമർ സർവീസ് ഉള്ളൊരു ഷോപ്പാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഫോൺസ് EMI സംവിധാനത്തിലും വാങ്ങാവുന്നതാണ്. ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് നമുക്ക് ഈ ഒരു സാംസങ്ങിൻ്റെ ഗാലക്സി A50s എന്ന ഫോൺ വാങ്ങിയപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് വന്നത്. നല്ലൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് തരുന്ന നല്ലൊരു യൂഫ്ലെക്സ് ഹെഡ്ഫോൺസ് ആണ്. സാംസങ്ങിൻ്റെ ആണത്. അപ്പോൾ ഫ്രണ്ട്സ്, തന്നെ നമുക്ക് ഈ കവർ ചെയ്ത് നമ്മുടെ ഫോൺ എടുത്ത് എങ്ങനെയുണ്ടോ നോക്കാം. സാംസങ്ങിൻ്റെ ഗാലക്സി A50 എന്ന ഒരു മോഡലിൻ്റെ സക്സസറായിട്ടാണ് ഇപ്പോൾ A50s ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പാക്കേജിങ്ങിലാണ് നമുക്ക് നമ്മുടെ ഫോൺ കിട്ടുന്നത്. നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ 4GB 128GB സ്റ്റോറേജ് ഉള്ള ഫോണാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 23,000 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. A സീരീസിലെ സാംസങ്ങിൻ്റെ ഏറ്റവും മികച്ച ഒരു ഫോണായിരുന്നു സാംസങ് ഗാലക്സി A50. അപ്പം അതിൻ്റെ സക്സസറായിട്ടാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പാക്കേജിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, ഒരു നോർമൽ പാക്കേജിംഗ് ആണ്. സാംസങ് സ്ഥിരമായിട്ട് നൽകുന്ന ഒരു സെയിം പാക്കേജിങ്ങിലാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല, ഇതൊരു IPS പാനലല്ല, സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. ഇത് ഈ ഒരു ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080x2340, അതായത് ഫുൾ HD പ്ലസ് 6.4 ഇഞ്ചാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ വലിപ്പം വന്നിരിക്കുന്നത്. നല്ലൊരു കിടിലൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഗാലക്സി A50യിൽ നിന്നൊരു അപ്ഡേഷൻ ഉണ്ട്. അതായത് പ്രോസസറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പവർഫുള്ളായ Exynos 9611 എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റേതിനകത്ത് 9610 എന്ന പ്രോസസറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ പെർഫോമൻസ് അപ്ഗ്രേഡ് ആയിട്ടുള്ളൊരു ഫോണാണ് ഗാലക്സി A50s. ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയത്തക്ക പ്രത്യേകത ഒന്നാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. 14 MP പ്രൈമറി ക്യാമറയും അതിനോട് കൂടി വന്നിരിക്കുന്ന 8 MP വൈഡ് ആംഗിൾ ലെൻസും പിന്നെ ഒരു 5 MP ഡെപ്ത് സെൻസറുമാണ് ബാക്ക് സൈഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സെൽഫി ക്യാമറയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 32 MP ഒരു ക്യാമറയാണ് ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ഒരു പാക്കേജ് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന നമ്മുടെ ഹാൻഡ്സെറ്റ് തന്നെയാണ്. പിന്നെ ആ ഹാൻഡ്സെറ്റിൻ്റെ മുകളിലായിട്ട് ഒരു കവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ കവറിനകത്തായിട്ടാണ് നമുക്ക് നമ്മുടെ സിം ഇജക്ടർ ടൂളും അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഒരു കവർ, അതായത് TPU കേസ് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും അതിനകത്ത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്കവാറുള്ള എല്ലാ ഫോണിലൂടെ നമുക്ക് ഒരു കേസ് കിട്ടുന്നുണ്ട്. മിക്കവാറും വരുന്ന എല്ലാം TPU കേസാണ്, സോഫ്റ്റ് കേസാണ്. ഇതിനകത്ത് നമുക്ക് അതേപോലെയുള്ള കേസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ കേസിൻ്റെ കൂടെ തന്നെയാണ് അവർ അതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. വാറണ്ടി കാർഡ്, അതുപോലെ തന്നെ യൂസർ മാനുവൽ ഗൈഡ്, അങ്ങനെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് അതിനോട് കിട്ടുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള TPU കേസാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസാണ്, അത് ഹാർഡ് കേസല്ല. പിന്നെ ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും. നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ഫോണിലേക്ക് പോകാം. ഫോൺ എടുത്തിട്ട് എന്തൊക്കെയാണ് പ്രത്യേകതകളും എന്തൊക്കെയാണ് അതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതും എല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതിപ്പം ഓൾറെഡി ആ ഷോപ്പിൽ നിന്ന് മേടിച്ചതിനകത്ത് നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ടെമ്പേർഡ് ഗ്ലാസ് അല്ല, 5D ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു അടിപൊളി ലുക്കാണ് ഈ ഫോൺ കാണാനായിട്ട്. അതായത് ഒരു പ്രിസം എന്ന് പറയുന്ന ഒരു പ്രിസം കട്ട്, ആ ഒരു രീതിയിലുള്ളൊരു ഫിനിഷിങ് അതിനകത്ത് സാംസങ് കൊടുത്തിരിക്കുന്നത്. പ്യുവർ വൈറ്റ് അല്ല. നമുക്കറിയാൻ പറ്റും ഈ ഫോണിനകത്ത് ഇടയ്ക്കൊക്കെ ഓരോ കട്ടിങ് പോലെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു നല്ലപോലെ ഒരു റിഫ്ലക്ഷനുള്ള ഒരു രീതിയിലാണ് ഇതവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ പ്രിസം ക്രഷ് വൈറ്റ്, അതുപോലെ തന്നെ പ്രിസം ക്രഷ് ബ്ലാക്ക്, പ്രിസം ക്രഷ് വയലറ്റ് എന്ന് പറയുന്ന ഈ ഒരു 3 കളർ വേരിയൻറ്റിലാണ് ഈ ഫോൺ കിട്ടുന്നത്. ഇപ്പം ഈ ഒരു ഫോൺ പ്രിസം ക്രഷ് വൈറ്റ് ആണ്. പക്ഷേ പ്യുവർലി വൈറ്റ് അല്ല, ഒരു എന്താ പറയുക, മഴവില്ല് പോലൊരു കളറിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്കിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. അതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബാക്കി ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ചാർജറുണ്ട്, ഒരു ഹെഡ്സെറ്റ്, അതുപോലെ തന്നെ ഒരു ഡാറ്റ കേബിളും.
ഫ്രണ്ട്സ്, ഇപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് കിട്ടുന്ന ഒരു ഫാസ്റ്റ് ചാർജറാണ്. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. ഈ ഒരു ചാർജറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 2 ആംപിയർ അല്ലെങ്കിൽ 9 വോൾട്ട് 1.67 ആംപിയർ ആണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതൊരു അഡാപ്റ്റീവ് ഫാസ്റ്റ് ചാർജറാണ്, സാംസങ്ങിൻ്റെ നോർമൽ ചാർജറല്ല. അതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. 4000 mAh കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. ചാർജിങ്ങിനും ഡേറ്റ ട്രാൻസ്ഫറിനും വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് സി കേബിളാണ്. ഈ ഒരു ഫോണിന് ടൈപ്പ് സി പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു വൈറ്റ് കേബിളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ബ്ലാക്ക് വേരിയൻറ്റിനകത്ത് നമുക്കിതൊരു ബ്ലാക്ക് കേബിൾ ആണ് വന്നത് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ ഇവിടെ നമ്മുടെ വേറെ ഏത് അൺബോക്സിങ് വീഡിയോക്കകത്ത് അങ്ങനെ കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ ഹെഡ്സെറ്റും ബ്ലാക്ക് ആയിട്ട് തന്നെ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോഴേ ഈ വൈറ്റ് പെട്ടെന്ന് അഴുക്കാവും. പക്ഷേ എന്നിരുന്നാലും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് വരുന്നത്. പിന്നെ ഒരു ഹെഡ്സെറ്റായിട്ട് വന്നിരിക്കുന്നത് നോർമൽ ഹെഡ്സെറ്റാണ് വന്നിരിക്കുന്നത്. അല്ല ബുള്ളറ്റ് ടൈപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെഡ്സെറ്റ് ഒന്നുമല്ല. സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ ഹെഡ്സെറ്റ് തന്നെയാണ് ഇതിലൂടെ കിട്ടുന്നത്. സാധാരണ ഫോണിലൂടെ ഹെഡ്സെറ്റ് കിട്ടാറില്ല. സാംസങ് പക്ഷേ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പല മോഡലിലൂടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബ്രോക്കേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടിയിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കേഴ്സും മൈക്കും അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ടും പിന്നെ 3.5mm ഓഡിയോ ജാക്കും വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബട്ടൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാം. 48MP + 8MP + 5MP ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളി ലുക്കാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ് ഈ ഒരു ബോർഡിൽ നിന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഫോണിനകത്ത് കേസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന കേസ് തന്നെ യൂസ് ചെയ്യണം. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ ക്യാമറയുടെ ആ ഒരു ഗ്ലാസ് അതിനകത്ത് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഓവറാൾ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോണാണിത്. ബിൽഡ് ക്വാളിറ്റി നല്ല അസാധ്യ ബിൽഡ് ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഡിഫക്ട്സ് ഒന്നും പറയാനില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രോപ്പ് നോച്ച് അല്ലെങ്കിൽ അവർ പറഞ്ഞ നമുക്ക് യു നോച്ച് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എൻ്റെ സിം കാർഡ് ട്രേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പം റൈറ്റ് സൈഡിൽ വോളിയം ബ്രോക്കേഴ്സ് വന്നിരിക്കുകയാണ്. അപ്പം ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ടാണ് ഈ ഒരു സിം കാർഡ് ട്രേ വന്നിരിക്കുന്നത്. ഇതൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. സ്പെസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഒരേ സമയത്ത് 2 സിമ്മും മെമ്മറി കാർഡ് നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാം. ഹൈബ്രിഡ് സിം സ്ലോട്ടല്ല. അതൊരു വലിയ ഉപകാരമാണ്. കാര്യം പല ഫോണിലും ഇപ്പം നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതൊരു വലിയ പ്രശ്നം, തലവേദന തന്നെയാണ്. ഇതിപ്പോൾ എന്തായാലും ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. നമുക്ക് ഏകദേശം 512 GB മെമ്മറിയുള്ള മെമ്മറി കാർഡ് വരെ നമുക്കത് യൂസ് ചെയ്യാമെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ബാക്കി ഫീച്ചേഴ്സ് സോഫ്റ്റ്വെയർസും മറ്റു കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് ബൂട്ടിങ് കഴിഞ്ഞു. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഡിസ്പ്ലേ എന്ന് പറയുന്നത് കിടിലൻ ഡിസ്പ്ലേ തന്നെ. ആ ഒരു അന്യ ക്വാളിറ്റി, ആ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേയുടെ ആ ഒരു പാനലിൻ്റെ ക്വാളിറ്റി, കളർ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ അടിപൊളി ഒരു കളർ റീപ്രൊഡക്ഷനാണ്. വ്യൂയിങ് ആംഗിൾസൊക്കെ പക്ക വ്യൂയിങ് ആംഗിൾസാണ്, ഒരു പ്രശ്നവുമില്ല. അടിപൊളി ഒരു ഡിസ്പ്ലേ, ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ്. അതിപ്പം ഏകദേശം 24,000 അടുത്ത് പ്രൈസ് ഉണ്ട്. 23,000 രൂപയാണ് നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറായാലും ഓൺലൈൻ സ്റ്റോറായാലും പ്രൈസ് വരുന്നത്. ഞാനിത് 23,000 രൂപയ്ക്കാണ് മേടിച്ചത്. പക്ഷേ എന്തായാലും അടിപൊളി ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു അന്യായ സാധനം തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അസാധ്യ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടച്ച് റെസ്പോൺസും അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടാണ് വോയിസ് റൺ ചെയ്യുന്നത്. പഴയ സാംസങ്ങിൻ്റെ ആ ഒരു രീതിയല്ല, ഇപ്പം ഒരു കുറേ ഡെവലപ്പ് ആയിട്ടുണ്ട്. വോയിസും കാര്യങ്ങളെല്ലാം ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം OneUI എന്ന് പറയുന്ന UIയിലാണ് ഈ ഒരു ഫോൺ റൺ ചെയ്യുന്നത്. നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം OneUIയിലാണ് ഈ ഒരു ഫോൺ റൺ ചെയ്യുന്നത്. പക്ഷേ എന്താ പറയുക, അസാധ്യ ക്വാളിറ്റി, നല്ല ഫാസ്റ്റാണ് ഈ ഒരു ഫോൺ. OneUI വേർഷൻ 1.5 ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് വേർഷനിലേക്ക് പോവുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷനായ ആൻഡ്രോയിഡ് 9 Pie ഔട്ട് ഓഫ് ദ ബോക്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. സാംസങ്ങിൻ്റെ ഫോണിനകത്തെല്ലാം കണ്ടുവരുന്ന എക്സിനോസിൻ്റെ പ്രോസറിൻ്റെ സീരീസിലുള്ള 9611 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നല്ല പെർഫോമൻസ് ഉണ്ട് ഈ ഒരു ചിപ്സെറ്റിന്. കാര്യം ഒരു ഒക്ടാകോർ പ്രോസറാണ്. 10nm ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രോസറാണ്. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് പല ആപ്ലിക്കേഷനെ സ്വിച്ച് ചെയ്ത് നോക്കി. പക്ഷേ ഇതൊരു 4GB വേരിയൻ്റ് ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. വ്യൂവിങ് ആംഗിൾസ് എല്ലാം പക്കയാണ്, ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളി ഒരു ഫോണാണ്. പക്ഷേ നമ്മൾ ഇത്തിരി നേരത്തെ ഒരു യൂസ് കൊണ്ട് ചെറിയായിട്ടൊരു ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്ത് സാധിച്ചു. ചിലപ്പം പുതിയ ഫോണായതിൻ്റെ ചില അപ്ഡേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് മാറുമായിരിക്കും. കാര്യം പല ഫോണിനകത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനെല്ലാം കൂടെ ഒരു ഡോറിനകത്താക്കി ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് ബ്ലോട്ട് വേസും കാര്യങ്ങളൊന്നുമില്ല. ഉള്ള ബ്ലോട്ട് വേസ് എല്ലാം റിമൂവ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.
ഫ്രണ്ട്സ്, അപ്പോൾ ക്യാമറ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടിപ്പിക്കലായിട്ടുള്ള സാംസങ്ങിൻ്റെ എല്ലാ ഫോണിലും കാണുന്ന അതേ രീതിയിലുള്ളൊരു ക്യാമറ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. A50 യൂസ് ചെയ്യുന്ന അതേപോലുള്ളൊരു ഇൻ്റർഫിയറൻസ് ആണ് വന്നിരിക്കുന്നത്. കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ രീതിയിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മുന്നേ എടുത്തൊരു ഫോട്ടോയാണ് ഫ്രണ്ട് ക്യാം വെച്ചിട്ട്. നല്ല ക്വാളിറ്റി ഫോട്ടോസാണ് കിട്ടുന്നത്. നമുക്ക് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഫോൾട്ടും പറയാനില്ല. ഇതിപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ച് എടുത്തേണ്ടത് നോർമൽ ഫോട്ടോയാണ്. പിന്നെ ഇതിപ്പം നമ്മൾ സെൽഫി എടുത്തൊരു ഫോട്ടോയാണ്. നല്ല ക്വാളിറ്റി. ഇതിപ്പം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്തൊരു ഫോട്ടോയാണ്. പക്ഷേ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂം ചെയ്താലും ബാക്ക് ക്യാമറയ്ക്കെന്നുള്ള ആ ഒരു ഇമേജ് അത്ര പെട്ടെന്നൊന്നും ബ്ലറായി പോകത്തില്ല. നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോട്ടോയ്ക്ക് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പനോരമ വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ്, ഒരു സ്പെസിഫിക് ഓബ്ജക്റ്റിനെ നമുക്ക് സൂം ചെയ്ത് എടുക്കാൻ പറ്റും. ഫുഡൊക്കെ വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ചാർജർ വെച്ചൊരു ഫോട്ടോ എടുത്ത് കാണിക്കാം. നല്ല രീതിയിലുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള കുറേ അഡീഷൻസ് അവർ ഈ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് സാംസങ്ങിൻ്റെ. ഇപ്പോൾ 14 മെഗാ പിക്സലും 3 ക്യാമറയുണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ സെൻസറും അവരുടെ തന്നെ ഒരു ഇൻ്റർഫറൻസ് ആയപ്പോഴത്തേക്ക് പക്ക മാച്ചിങ് ആയിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു എഫക്റ്റും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതലായിട്ട് ഡെപ്തിലേക്ക് പോകുന്നില്ല. ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ അതിനകത്ത് എടുത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. നമുക്ക് എന്തായാലും അതൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഞാൻ സെറ്റപ്പ് ചെയ്യുന്ന കുറച്ച് ടൈം എടുത്തു. കാര്യം ഇത് കുറേ നേരം നമ്മൾ എടുത്തിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട്. വിരലിൻ്റെ പല ഭാഗങ്ങളും ചേർത്ത് വെച്ചാൽ മാത്രമേ ഇത് ആ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് A50 കുറേ കൂടെ ഫാസ്റ്ററാണ് ഇതിൻ്റെ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. എന്നാൽ അൾട്രാ ഫാസ്റ്റും അല്ല, എന്നാൽ ഒരുപാട് സ്ലോയും അല്ല. വളരെ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഒരു 3-4 വട്ടം ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം ഒരു 1 to 1.5 സെക്കൻഡ് കൊണ്ട് ഇത് അൺലോക്ക് ആവുന്നുണ്ട്. കൂടുതൽ നേരം നമ്മൾ ആ വിരലോടെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. സാധാരണ നമ്മൾ വിവോയുടെയൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ആവുന്നില്ല, അത് കുറേ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ വിരൽ വെച്ചൊന്നും എടുക്കുന്നില്ല. അതേ സെയിം ഫിംഗർ പ്രിൻറ്റ് തന്നെ കൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത സെക്യൂരിറ്റി ലെവലായ നമ്മുടെ ഫേസ് അൺലോക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതും വളരെ ഫാസ്റ്റും ആക്യുറേറ്റും ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഒരു പ്രോബ്ലം ഇല്ല. ഏകദേശം ഒരു 1.1 അല്ലെങ്കിൽ 1.2 സെക്കൻഡൊക്കെ എടുക്കുന്നുള്ളൂ ഇതൊന്ന് അൺലോക്ക് ആവാനായിട്ട്. അതും വളരെ ഫാസ്റ്റ് ആൻഡ് റെസ്പോൺസീവായിട്ട് തന്നെ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ലോക്ക് സെറ്റപ്പിനകത്ത് നമുക്ക് ഒരു വിധത്തിലുള്ള ഫോൾട്ടും കണ്ടാൻ സാധിക്കും. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ അവർ ഗിഫ്റ്റായിട്ട് തന്നൊരു ഹെഡ്സെറ്റാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണെന്ന് ഞാൻ കുറച്ച് നേരം അതിനകത്ത് വർക്ക് ചെയ്ത് നോക്കി, പാട്ട് കേട്ട് നോക്കി. പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ഒന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല രീതിയിലുള്ളൊരു ഫ്രീക്വൻസി റെസ്പോൺസും കാര്യങ്ങളും ഉണ്ട്. ഓവറായിട്ട് എന്നാൽ ബേസും ഇല്ലെന്ന് ഓവറോൾ ട്രബിൾ, ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് പോലെ ഒരു നല്ല രീതിയിലുള്ളൊരു പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു ഹെഡ്സെറ്റാണിത്. ഇതിപ്പോൾ നമുക്കവർ ഈ ഒരു ഫോൺ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഫോൺ അടിപൊളി നല്ലൊരു ഫോണാണ്. അതുപോലെ തന്നെ ഹെഡ്സെറ്റും കൊള്ളാം. ആകെ മൊത്തം നല്ലൊരു പാക്കേജായിട്ടാണ് നമുക്കിത് കിട്ടിയത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലം ജില്ലയിലുള്ളവരാണെങ്കിൽ ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രഞ്ജി ട്രേഡേഴ്സിനെ സമീപിക്കാവുന്നതാണ്. ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.